കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹിതരായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ തലയോലപ്പറമ്പിൽ നടക്കുന്ന ദൈവവചന പ്രഘോഷണത്തിൻ്റെ ഈ ദിനത്തിൽ നമുക്ക് ദൈവസ്നേഹിതരായിരിക്കാൻ, ഈ ജൂൺ മാസത്തിൽ നമുക്ക് ദൈവസ്നേഹിതരായിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്നേഹിതരായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംഭവകുലമായ ദിവസങ്ങളായിട്ട് നമ്മളെ പിന്നിട്ടു കടന്നുപോയി. നിങ്ങൾക്കറിയാം, ഒരു വലിയ യുദ്ധത്തിൻ്റെ നിഴലിലായിരുന്നു നമ്മളെല്ലാവരും. ഞാൻ കരുതിയത് ആ യുദ്ധം ഘോരമായ നിലയിൽ മുൻപോട്ട് പോയാൽ അതിൻ്റേതായ കഷ്ടതകൾ, അതിൻ്റേതായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അത് വിവിധ നിലയിൽ, എണ്ണയുടെ വില കയറ്റം, അതിനോടനുബന്ധിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും എന്ന് പറയുന്ന പോലെ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ, അങ്ങനെ എല്ലാ നിലയിലുമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അത്ര കണ്ടത് സീരിയസ് ആകാതെ ദൈവം അതിനെ നിയന്ത്രിച്ചു എന്ന് ഞാൻ പറയുന്നതായിരിക്കും ഉചിതം. സ്തോത്രം. കാരണം സഭ ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു വലിയ ആത്മീയ മർമ്മമാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ചില ശിക്ഷകൾ ലോകത്തിൻ്റെ മേൽ അയക്കുമ്പോൾ ദൈവസഭ ഉള്ളത് കൊണ്ട് ദൈവസഭ നിമിത്തം അതിനെ എന്ത് ചെയ്യും? കുറെ വിടുതൽ, ചില ഇളവുകൾ ദൈവം നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് പ്രയോജനപ്രദമായ ഒരു വാക്യം, അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് പറയാം? തടുക്കുന്നത് കൊണ്ട്. പരിശുദ്ധാത്മാവ് തടുക്കുന്നത് കൊണ്ട്. ആ പരിശുദ്ധാത്മാവ് തടഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കും? അധർമ്മമൂർത്തി ശക്തിയോടെ വെളിപ്പെടും. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തടുക്കുന്നു? ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയ സത്യങ്ങളാണ്. അപ്പം നമ്മൾ നിസ്സാര ആൾക്കാരല്ല. നമ്മൾ ദൈവമക്കളായിട്ട് ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ വലിയ ദൈവത്തിൻ്റെ വലിയ ജനം തന്നെയാണ്. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, അവർ എൻ്റെ നിക്ഷേപം. ഹല്ലേലൂയ. ഈ നിക്ഷേപമായി ദൈവം ആ ജനത്തെ കണ്ടുവെങ്കിലും ആ ഇസ്രായേൽ മക്കൾ മറുതലിക്കുന്നവരായി. കാളതന്റെ ഉടയവനെയും കഴുതന്റെ പുൽത്തൊട്ടിയെയും യജമാനെയും അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയില്ല. അപ്പൊ ആ നിലയിൽ സ്വത്രം ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയി. അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകളാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്ന് പ്രാവചനിക പുസ്തകങ്ങൾ നമ്മൾ വിലയിരുത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇപ്പോൾ കർത്താവ് മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് നേരെ, പുതിയ നിയമസഭയ്ക്ക്. ഇപ്പോൾ കർത്താവിൻ്റെ മുഖം നമുക്ക് നേരെ ഇരിക്കുക, നമ്മളെ നന്നാക്കാനും നമ്മളെ വചനത്തിലൂടെ ഉണർത്തിയെടുക്കാനും. നമ്മളും അവരെ പോലെ അനുസരണം കെട്ടവരായി പോയാൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെയും തള്ളിക്കളയും. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിന് റോമാലേഖനത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഇങ്ങനെയാണ്: സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയാൽ നിങ്ങളെ ആദരിക്കാതെ വന്നേക്കും. അത് ആ വചനത്തിന്റെ ഘടന നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവിക കൊമ്പായ യഹൂദനെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നമ്മളെയും ദൈവം ആദരിക്കാതെ വന്നേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ ഘോരമായ മഴയുടെ കെടുതികളും യുദ്ധക്കെടുതികളൊക്കെ ഞാൻ ദൈവവചനത്തിലൂടെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച എന്ന ആ വലിയ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കും. അതിനു മുൻപായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ വായിക്കണോ? ആയാൽ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും. 5:10 ഭയങ്കരമായൊരു ന്യായവിധിയുടെ ഒരു വാക്യമാണത്. മക്കളെ തിന്നും, മക്കൾ അപ്പന്മാരെയും തിന്നും. ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും. ചെതറിച്ചു കളയും. അടുത്ത ആമേൻ, ആമേൻ, സ്തോത്രം. മാറ്റിക്കളയും.
അടുത്ത് മഹാമാരി കൊണ്ടും മരിക്കും. ക്ഷാമം കൊണ്ടും മുടിഞ്ഞു പോകും. വാൾ കൊണ്ട് വീഴും. മതി ചിതറിച്ചു കളയും. അവരുടെ പിന്നാലെ വാള ഉരുകയും ചെയ്യും. ഇത് ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയപ്പോൾ പ്രവാചകൻ പറയുന്ന പ്രവചന ഭാഷയാണിത്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ എൻ്റെ നിക്ഷേപം എന്ന് ദൈവം പറഞ്ഞ ആ ജനം ദൈവത്തെ വിട്ടുപോയപ്പോൾ ദൈവം ചെയ്തത് എന്താണ്? വേറൊരു പ്രവചന ഭാഷയിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. എന്ത് ചെയ്തു? ജാതികൾ ചെയ്യുന്നത് പോലെ ഇസ്രായേൽ മക്കൾ കുഞ്ഞുങ്ങളെ അഗ്നിദേവന് ബലികർപ്പിച്ചു. അപ്പൊ അവർ ദൈവത്തിൽ നിന്ന് എത്രത്തോളം പിന്മാറിപ്പോയെന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ മക്കൾ അനുഭവിച്ച, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ നിമിത്തം ഇസ്രായേൽ മക്കൾ അനുഭവിച്ച കഷ്ടതകൾ എന്തൊക്കെയാണ്? ഹിറ്റ്ലർ 60 ലക്ഷത്തെ കൊന്നു. 160 രാഷ്ട്രങ്ങളിൽ 130 രാഷ്ട്രങ്ങളിൽ 160 ചെതറിപ്പോയെന്നൊക്കെ പറയുന്നു പലരും. ഈ ചെതറിപ്പോയിടങ്ങളിലെല്ലാം അവര് കൊന്നു മുടിച്ചുകൊണ്ടിരുന്നു ഇസ്രായേൽ ജനത്തെ. അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. യഹൂദന്റെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. സ്തോത്രം. അതേ ഇസ്രായേൽ പോയത് കണ്ടത്രേ. യഹൂദനെ പീഡിപ്പിച്ച ജർമ്മൻ സ്തോത്രം പീഡാകേന്ദ്രങ്ങളൊക്കെ അദ്ദേഹം പോയി കണ്ടു. അവിടുത്തെ ആ പീഡിപ്പിച്ച പീഡയുടെ ആ ചിത്രങ്ങൾ അവിടെ നേരിട്ട് കാണാനിടയായി. അവരെ തൂക്കിക്കൊന്നതും ഗ്യാസ് ചാമ്പറിൽ അവരെ ചുട്ടുകൊന്നതും ദഹിപ്പിച്ച് കളഞ്ഞതും, പിന്നെ വലിയ കുഴികൾ കുഴിച്ച് ബുൾഡോസർ കൊണ്ടുവന്ന് അവരുടെ ജഡങ്ങളെ അടക്കം ചെയ്തതും കൊന്നു കുടിച്ചു മൂടിയതൊക്കെ ഇതായ ഭീകരമായ ചിത്രങ്ങൾ അവിടെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം വിളിച്ചോതുന്നതിന്റെ കാരണം സർവശക്തനായ ദൈവത്തെ വിട്ടുപോയ ആ ജനത്തിന്റെ മേൽ ദൈവം ന്യായവിധി അയച്ചു, മഹാമാരി അയച്ചു. ഹല്ലേലൂയ. സ്തോത്രം. വാൾ അവരുടെ മേൽ അയച്ചു, ക്ഷാമം അയച്ചു, ചിതറിച്ചു കളഞ്ഞു, ദുഷ്ടമൃഗങ്ങളെ കൊണ്ട് കൊന്നു. ദുഷ്ടമൃഗങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ട മനുഷ്യരെയാണ് കാണിക്കുന്നത്, അല്ലാതെ മൃഗങ്ങളല്ല. വിവിധ നിലയിൽ ജനത്തെ ദൈവം പീഡിപ്പിക്കാനിടയായി. എന്തുകൊണ്ട്? ഇന്നലെ വലിയ മഹാമാരി ഇങ്ങനെ പെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുപാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനിടയായി. രാത്രി 2 മണിക്കാണെന്ന് ഓർത്തോണം. ഉറക്കം കളഞ്ഞ് ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് ഹേമമുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹം ബാംഗ്ലൂരാണ്, ഞാൻ ഇവിടെയും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു തുള്ളിക്ക് ഒരു കുടം വെച്ച് പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കൊച്ചിപ്പട്ടണം 6 മണിക്കൂർ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കണം, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമെന്ന്. ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കണമെന്ന്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഉദ്ധാരണങ്ങളെ അയച്ചു. എന്തുകൊണ്ട്? ദൈവസഭ ഇവിടെ ഉണ്ട്. ദൈവത്തെ സേവിക്കുന്ന ദൈവജനം അവിടെ അവിടങ്ങളായി ചെതറിക്കിടപ്പുണ്ട്. ദുരുപദേശത്തിൽ കിടക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തെയാണ്. പൗലോസ് പറയുന്ന പോലെ അവരും ദൈവത്തെയല്ലോ സേവിക്കുന്നത്, അല്ലേ? സ്തോത്രം. പൗലോസിനെ കുറ്റം പറയുന്ന ഒരു ഗ്രൂപ്പ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവർ ചീത്ത പറയുന്നു, എങ്കിലും അവരും ക്രിസ്തുവിനെയല്ലോ സേവിക്കുന്നത്. സ്തോത്രം. അങ്ങനെ കർത്താവിനെ സേവിക്കുന്ന ഒരു ജനം ഉള്ളത് കൊണ്ട് കർത്താവ് നമ്മോട് കരുണ കാണിക്കുകയാണ്. എന്നാൽ ഈ കരുണയുടെ വാതിലുകൾ അടയാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്ന ദൈവസഭയെ ചേർത്തതിന് ശേഷം ഈ കരുണയുടെ വാതിലുകൾ അടയുകയും, സ്തോത്രം, ദൈവത്തിന്റെ വലിയ ശിക്ഷാവിധിയിലേക്ക് ഈ ലോകത്തെ ദൈവം ഏത് ക്രിസ്തുവിന്റെ കൈകളിലേക്ക് എറിഞ്ഞുകൾ കൊടുക്കുകയും ചെയ്യുന്ന കാലം ആസന്നമായി. ദൈവമക്കളെ, ദൈവസഭയെ, അത് ഏറ്റവും ആസന്നമായി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ദൈവവചനം ശക്തമായി പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കും ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണ്, ദൈവം സ്നേഹസമ്പന്നനാണ്. അപ്പൊ തന്നെ ദൈവം ആരാ? വചനത്തിലൂടെ ഞാനതങ്ങ് പറയാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 26 മുതൽ വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് വായിച്ച് അതിൽ ഉറച്ചങ്ങോട്ട് വായിച്ച് ഇവിടെ കേൾക്കണം. അതിനുവേണ്ടി ഞാൻ ഉറച്ച് വായിക്കാൻ പറയാം. 10:26 മുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 10:26 മുതൽ. ആമേൻ. ശേഷിക്കാതെ
ആ ആമേൻ, സ്വതന്ത്രം. ആ കൽപ്പിക്കുന്നുവല്ലോ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും ആ ആ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. അടുത്ത പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. ആ ആ അറിയുന്നുവല്ലോ. എത്ര ഭയങ്കരം! ചിന്തിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയാൽ നമ്മയും ആദരിക്കാതെ വരും. ഇതൊന്നും ആരും കട്ടിയായിട്ട് പറയത്തില്ല. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ പേടിച്ചു പോകുന്നു. അതേ, നമ്മൾ പേടിക്കണം. നമ്മൾ പേടിച്ച് ദൈവഭയത്തോടെ ജീവിക്കണം. ഇന്ന് ദൈവഭയമില്ലാത്തൊരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളും ദൈവമക്കളുമായി ഇന്നത്തെ ആത്മീയ ഗോളം അധപ്പതിച്ചു പോയി. പൗലോസ് തിമോഥെയോസിനെ പഠിപ്പിക്കുന്നത്, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. സുവിശേഷകന്റെ പ്രവൃത്തി എന്താ? ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ നടത്തുക. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ഡാൻസ് കളിക്കലാണോ ശുശ്രൂഷകൻ? ഒരു ക്രിസ്തീയ പാട്ടെടുത്തുകൊണ്ട് വരവര വേശ വരവരളീശ എന്നും പറഞ്ഞ് ഡിസ്കോ ഡാൻസ് നടത്തുന്ന സുവിശേഷകന്റെ പ്രവൃത്തിയാണോ? ഹല്ലേലൂയ. എനിക്ക് വലിയ വേദനയുണ്ട്. ഞാൻ ആ വിഷയം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തമാശ രൂപയാണെങ്കിൽ 1-2 പേരോട് ഞാൻ പറഞ്ഞു, അങ്കിള് ഒരാഴ്ചയായി ഗുളിക കഴിച്ചിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് തലയ്ക്കൊരു സുബോധക്കേട് വന്നിട്ട് കാണിച്ചു പോയതാണ്. അത് തന്നെ ഒരു പാസ് കൊടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എത്ര ക്ലിയർ ആയി നോക്കി. അതേ ഭാഷ ഒരു പാസ് എടുത്ത് പറഞ്ഞു, പ്രിയ അങ്കിള് ഗുളിക കഴിച്ചിട്ട് കുറേ നാളായി, ഒരാഴ്ച അങ്ങോട്ട് കഴിക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു മാനസിക വിഭ്രാന്തി വന്നു. ഒരു പാസ്റ്റർ നോമിനേറ്റ് ചെയ്തു, പറഞ്ഞു, കയറി കിടന്ന് ആടി ബഹളം ഉണ്ടാക്കി. ഇപ്പോഴേ എല്ലാവരും കൂടി പുള്ളിയെ കൊഴുന്ന് കുടിച്ചു മൂടി. ഇനിയെങ്കിലും ഗുണപാഠം പഠിക്കട്ടെ പ്രിയ അങ്കിൾ. ഇത് പറയാനുള്ള കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നെ കുറിച്ച്. അങ്കിളിന്റെ പ്രസംഗം കേട്ട് ഭയന്ന് വിറച്ചു പോയവനായി പ്രസംഗിക്കുന്നെന്ന് ഓർത്തോണം. ഒരു കാലഘട്ടത്ത് എന്തോ പറ്റി അവർക്ക്? എന്ത് പറ്റി? തിരിച്ചറിവില്ല, അല്ലെങ്കിൽ ഭൗതികം വർദ്ധിച്ചു പോയി, അല്ലെങ്കിൽ കസേര കിട്ടി, സ്ഥാനമാനങ്ങൾ കിട്ടി, വലിയ ബഹുമാനങ്ങൾ ജനം കൊടുത്തു. ഞാൻ സാധാരണ ഇന്നലെ ഒരു മെസ്സേജ് ചെയ്ത്, നിങ്ങളൊക്കെ വായിച്ചു ഇല്ലെന്നറിയില്ല. പൗലൂസ് പറഞ്ഞു, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പൗലൂസ് പറയുന്ന, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. പൗലൂസിനെ അനുകരിക്കാൻ. പൗലൂസ് ഡിസ്കോ ഡാൻസ് നടത്തിയെങ്കിൽ നമുക്ക് പാടാം. പൗലൂസ് എന്തൊക്കെ കാണിച്ചോ, പത്രോസ് എന്തൊക്കെ കാണിച്ചോ, യോഹന്നാൻ, യാക്കോബ്, യൂദ, കർത്താവിന്റെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ, അവരാണല്ലോ പുതിയ നിയമസഭയുടെ തൂണുകൾ. അവരാണല്ലോ ഉപദേശം സഭയെ പഠിപ്പിച്ചവര്. അവരെന്ത് ചെയ്തു അതൊക്കെ നമുക്ക് ചെയ്യാം. അവരാരും ഇതൊന്നും ചെയ്തില്ല. അവരാരും ഊതിയിട്ടില്ല, ഉന്തിയിട്ടില്ല, കുരപ്പിച്ചില്ല, ചിരിപ്പിച്ചില്ല, ഛർദിപ്പിച്ചില്ല. അവരാരും ഈ വക കോമാളിത്തരങ്ങളൊന്നും കാണിച്ചില്ല. അവർ ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ നടത്തി. ഒരു കൂട്ടർ വന്ന് അവരെ അടിച്ചോടിച്ചു, അവിടെ നിന്ന് ഓടിപ്പോയി അപ്പുറത്ത് പോയി പ്രസംഗിച്ചു, അവിടെ നിന്ന് തല്ലി ഓടിച്ച് ഇപ്പുറത്ത് പോയി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് അവസാനം എന്തോ സംഭവിച്ചു? സജി പാസ്റ്ററെ, കത്തി വീണു കഴുത്തേല്. നമുക്കിപ്പോ എന്ത് കിട്ടി? കഴുത്തേൽ പൂമാല കൊണ്ടിട്ട് തരിക ഓരോരുത്തർ. ഓ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികനാണ് നിങ്ങളെന്ന് പറഞ്ഞ് പൂമാല ഇടുക. അതാണ് അവിടെ കുഴപ്പം. അവരവരുടെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയില്ല. ദൈവവചനം പ്രസംഗിച്ച് അവസാനം അവർ രക്തസാക്ഷികളായി തീർന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ. ഇന്നത്തെ ശിഷ്യന്മാരോ ലോകം പൂമാല കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുക. ഇങ്ങോട്ടിട്ടോ എനിക്കിട്ടോ. എവിടെ നിൽക്കുന്നു നമ്മൾ? മടങ്ങി വരിക. പുതിയ നിയമസഭ, ശുശ്രൂഷ വൃന്ദങ്ങൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരിക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്കും അവരുടെ പ്രവൃത്തികളിലേക്കും സഭ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്ത് അപ്പോസ്തലന്മാരെക്കാൾ വലിയ അപ്പോസ്തലന്മാർ ആരും ഇല്ലെന്ന് ഓർത്തോണം. കർത്താവിന്റെ കൂടെ നടന്ന് പഠിച്ച എത്ര വർഷത്തെ ട്രെയിനിങ് കിട്ടിയവർക്ക്? 3.5 വർഷം. ഇതൊക്കെ കേട്ട് പഠിച്ചോണം കേട്ടോ. 3.5 വർഷം. ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുശ്രൂഷകരായിട്ട് 40-50 വർഷമായിട്ട് ഇന്നും ബോധമില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
3.5 വർഷം കൂടെ നടന്ന് പഠിച്ച് കർത്താവ് പറഞ്ഞു, നമ്മൾ രാവിലെ അത് ചിന്തിച്ചതല്ലേ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരുന്ന് എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം, ആത്മാവിൽ നിറയണം. എന്നിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാണ്. അവർ സാക്ഷികളായി. വിജയകരമായ സാക്ഷ്യം തികച്ച് നിത്യതയിൽ അവർ പോയി വിശ്രമിക്കുകയാണ്. അവരുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന കർത്താവിന്റെ ശിഷ്യഗണങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നു. എനിക്ക് വലിയ വേദനയുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ. ദൈവമക്കളെ, പുതിയ നിയമസഭ അപ്പോസ്തലന്മാരുടെ രീതിയിലേക്ക്, ഉപദേശത്തിലേക്ക്, അവരുടെ പ്രവൃത്തികളും അവരുടെ ചെയ്തികളും അവരുടെ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വരണം. റോമാ സഭയെ അവർ ഉപദേശിച്ചതുപോലെ, കൊരിന്ത് സഭയെ ഉപദേശിച്ചതുപോലെ, ഗലാത്യ സഭയെ ഉപദേശിച്ചതുപോലെ, ഫിലിപ്പി സഭയെ ഉപദേശിച്ചതുപോലെ, കൊലോസ്യ സഭയെ ഉപദേശിച്ചതുപോലെ, തെസ്സലോനിക്ക സഭയെ ഉപദേശിച്ചതുപോലെ, റോമാ സഭയെ ഉപദേശിച്ചതുപോലെ പുതിയ നിയമസഭയുടെ ഉപദേശ സത്യങ്ങൾ, ഹല്ലേലൂയ, ഈ ലേഖനങ്ങൾ മുഴുവൻ കിടപ്പുണ്ട്. റോമാ ലേഖനം മുതൽ സ്വത്രം യൂദയുടെ ലേഖനം വരെ കിടപ്പുണ്ട്. ഈ ഉപദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന അപ്പോസ്തലിക ഉപദേശം, ആ ഉപദേശത്തിൽ ആരും എവര് ചെയ്യുന്നതൊന്നും അതിലില്ല. ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാനതിനെ കണ്ണിച്ചു കളയുന്നില്ല. കർത്താവിന്റെ ശിഷ്യന്മാരായ പൗലോസും പത്രോസും യോഹന്നാനും യോഹന്നാനും അവരാരും ഇതൊന്നും ചെയ്തില്ല. ഇന്നത്തെ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊന്നും അവർ ചെയ്തില്ല. പിന്നെ ഇതെവിടെ നിന്ന് വന്നു? അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. എങ്ങനെയാണ് ഈ ഉപദേശം തെറ്റിപ്പോകാനുള്ള സാധ്യത എന്ന് മനസ്സിലാകണമെന്നുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമുണ്ടോ? ഈ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ, ശ്രദ്ധിക്കണേ, പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ അതിന്റെ തനിമയോടുകൂടി പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാര് ഇല്ലാത്തതില്ല. ഇപ്പൊ ഒരു ശുശ്രൂഷകൻ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകുന്നു എന്ന് ചിന്തിക്ക്, ദുബായിൽ പോകുന്നു എന്ന് ചിന്തിക്ക്, വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ എവിടെയെങ്കിലും പോകുന്നു ചിന്തിക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ അങ്ങനെയുള്ള രീതികളില്ല. പേടിച്ചാണ് അവിടെ പോയി വിദേശം പറയുന്നത്. സ്വത്രം അവിടെ പോകുന്നത് കാശുണ്ടാക്കാൻ, ആൾക്കാരെ നന്നാക്കാനൊന്നുമില്ല. കാരണം ഞാനവിടെ 10-12 വർഷം കിടന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗൾഫിൽ പോകുന്ന ഒന്നും ആൾക്കാരെ നന്നാക്കാനല്ല, കാശുണ്ടാക്കാൻ പോകും. കാശുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഇല്ലാത്ത കോലാമ്പിച്ച് മുഴുവൻ കാണിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വ്യക്തിപരം വിളിച്ചു ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറയാം. ഇവര് വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അമേരിക്ക, UK, ജർമ്മൻ, അതുപോലെ വലിയ വലിയ, കൂടുതലും അമേരിക്കയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പാസ്റ്റർമാര് ചെയ്യുന്നത് മുഴുവൻ എന്ത് ചെയ്യുക? ഫോട്ടോ കോപ്പി ഒപ്പിയെടുക്കുന്ന പോലെ ഇപ്പോൾ എടുക്കുന്നു. അവിടെ അവർ ഊതിയിട്ടാൽ, അവിടെ ഒരു ഉന്തിയിട്ടാൽ, അവരവിടെ കിടന്ന് കുരപ്പിച്ചാൽ, അവരവിടെ ഛർദ്ദിച്ചിട്ടാൽ, അവരവിടെ എന്തെങ്കിലുമൊക്കെ ദുരുപദേശം പറഞ്ഞാൽ അത് മുഴുവൻ ഫോട്ടോ കോപ്പി ഒപ്പുന്ന പോലെ ഒപ്പിയെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം. 2 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അപ്പോൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം എന്താണെന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ വല്ലോരും കാണിക്കുന്നതൊക്കെ ഇവിടെ വന്ന് കാണിച്ച് ജനത്തെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് അകറ്റി, ദൈവകൃപയിൽ നിന്ന് അകറ്റി നിത്യമായ നാശത്തിലേക്ക് ജനത്തെ വലിച്ചടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ഹൃദയത്തിൽ വേദനയുണ്ട്, നോവുണ്ട്, സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ ഈ വിഷയം ഇവിടെ പറയുന്നതിന്റെ കാരണം. എനിക്കാരെയും പരിഹസിക്കാനും നിന്ദിക്കാനും അതിനൊന്നും അല്ല. സ്തോത്രം. ആരെ പരിഹസിക്കുന്നതിലും ആരെ നിന്ദിക്കുന്നതിലും എനിക്ക് ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ വചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് അന്യതാ ഉപദേശത്തിലേക്ക് ജനത്തെ വലിച്ചടയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം: ജനം ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ 2 വിലപ്പെട്ട പാസ്റ്റർമാരെന്ന് ലോകം പറയുന്നവരെ, സ്തോത്രം, ദൈവമക്കളായിട്ടുള്ളവരെല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, ലോകം പറയുന്നവരെ, സ്തോത്രം, ഇന്നത്തെ വലിയ ന്യൂ ജനറേഷൻ ചർച്ചുകളിലെ വിശ്വാസികളൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവരെ ഞാൻ അവരെ പരിഹസിക്കുകയല്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ തന്നെ പറഞ്ഞു, സഭ തകർന്നു കിടക്കുകയാണ്, സഭ നശിച്ചു കിടക്കുകയാണ്, വിശ്വാസികളുടെ മൂല്യം നഷ്ടപ്പെട്ടു, ആത്മീക മൂല്യച്യുതി സംഭവിച്ച ക്രൈസ്തവ ഗോളമായി ഇന്നത്തെ വിശ്വാസഗോളം തീർന്നിരിക്കുന്നു എന്ന് അവർ രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതിന് അവർക്ക് വ്യക്തമായ മറുപടിയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അത് പിന്നീടൊരു വേറൊരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-10. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം
വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്ത, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വാക്യത്തെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് തരണമേ. ഇതിന്റെ പഠനം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനായി സ്വാതുവിന്റെ നാവിനെ ഉപയോഗിക്കണമേ. പല വചനങ്ങളിലൂടെ ഇത് പഠിച്ചെടുക്കുവാൻ കർത്താവ് കൃപ നൽകണമേ. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്യായ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവരാജ്യം ഈ ഭൂമിയിൽ സമാഗതമാകുവാൻ സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ ഈ സന്ദേശം ഞങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് പഠിപ്പിച്ച കർത്താവിന്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീ. അതുവരെ ഇവരെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു? യഹൂദന്മാർ എങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒരു വ്യക്തതയില്ല അതിനെക്കുറിച്ച് കർത്താവ് ഇവിടെ പറഞ്ഞായിട്ടൊന്നും കാണുന്നില്ല. സ്തോത്രം. എന്നാൽ ഇവരുടെ വികലമായ കാഴ്ചപ്പാടുകളെ വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദൈവഹിതത്തിലേക്ക് തിരിക്കുവാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീ. ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം, ഈ കേരളക്കരയിൽ അനേക പാസ്റ്റർമാർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിച്ചു. പ്രാർത്ഥനയ്ക്ക് ഞാനത് തെറ്റായിട്ട് പറയുകയല്ല. അബ്രഹാം, ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. പക്ഷേ കർത്താവ് പഠിപ്പിച്ച ഒരു റോൾ മോഡൽ പ്രാർത്ഥന, ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ കിടപ്പുണ്ട്. അതെന്താണ് ആ പ്രാർത്ഥന? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീ. എന്നിട്ട് എന്ത് പറഞ്ഞു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇപ്പൊ നമ്മളിവിടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെയല്ലേ ചെയ്യണം? സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക ചെയ്യും. മറ്റു പ്രാർത്ഥനകൾ തെറ്റാണെന്ന് പറഞ്ഞ് ഖണ്ഡിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഈ വേദപുസ്തകത്തിൽ കിടക്കുന്ന വ്യവസ്ഥ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമ്മളും അതങ്ങനെ തന്നെ പഠിക്കണം. കർത്താവ് പഠിപ്പിച്ചതിനപ്പുറം കയറി പഠിച്ചാൽ സംഗതി വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോ. അതാ നമുക്ക് പറ്റിയ സംഭവം. ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസ് 4 സുവിശേഷങ്ങൾ കർത്താവ് ആരെ പഠിപ്പിച്ചു? ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നാൽ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം മുഴുവൻ ആര് പഠിപ്പിച്ചു? അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചു. പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചൊരു വാക്യമാണ് പുതിയ നിയമം പ്രസംഗിക്കുന്ന ഞങ്ങളൊക്കെ കീവേഡായിട്ട് എടുക്കുന്ന വാക്യം. മത്തായി 28:20. നിങ്ങൾ കാണാതെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പൊ സകല ജാതികളെയും ശിഷ്യരാക്കാനായിട്ടുള്ള ഉപദേശം കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. അതേതാ കർത്താവ് പഠിപ്പിച്ചത്? മോശയുടെ പ്രമാണമാണോ? അല്ല. നിങ്ങൾ നോക്കൂ, ഗിരിപ്രഭാഷണം 5, 6, 7. ആ ഗിരിപ്രഭാഷണം 5-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഞാൻ എടുത്തു വച്ചേക്കുന്നത് തന്നെ 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ട്, സ്തോത്രം, കൊല ചെയ്യരുതെന്ന്, കൊല ചെയ്താൽ ആരെങ്കിലും ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് അത് എവിടെ പറയുന്ന കാര്യമാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അത് ഏതിനെ കുറിച്ച് പറയുക? മോശയുടെ പ്രമാണം. മോശയുടെ പ്രമാണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. അതാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ. ഒരു കത്തിയെടുത്തൊരു സഹോദരനെ, ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ അവൻ കൊലപാതകനാകുന്നു പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സഹോദരനോട് കോപിക്കുന്നവൻ അതാണ് പുതിയ നിയമ വ്യവസ്ഥ. ഇനി 1 യോഹന്നാൻ പറയുന്ന സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. അപ്പൊ ഈ പുതിയ നിയമ വ്യവസ്ഥയും പഴയ നിയമ വ്യവസ്ഥയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് പുതിയ നിയമം, എന്താണ് പഴയ നിയമം? നിഴലായിട്ട് നമ്മൾ പഴയ നിയമം പഠിപ്പിക്കുന്നു, നല്ല കാര്യം, അത് പഠിപ്പിക്കണം, പഠിപ്പിച്ച് തന്നെ ആകണം. അതിനുവേണ്ടി കർത്താവിന്റെ ദാസന്മാർ ചിലരൊക്കെ നന്നായിട്ടൊക്കെ പറയും, പ്രസംഗിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാനത് കേട്ട് പഠിക്കാറുണ്ട്. എന്നാൽ അത് മാത്രം പോരാ.
പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് അതിന്റെ ഗൗരവം വിടാതെ, അതിന്റെ വചനത്തിന്റെ എന്താ പറയാ, അത് ഒട്ടും കുറവ് കൂടാതെ അതിന്റെ പൂർണ്ണ അളവിൽ തന്നെ നമ്മൾ വിശ്വാസികളെ പഠിപ്പിക്കണം. അപ്പോഴേ ഈ കോടതി കേസും വഴക്കും ഒക്കെ ഇന്നത്തെ ഭക്തന്മാരിൽ നിന്ന് പോകത്തുള്ളൂ. കാരണം നമ്മൾ പകവെച്ചുകൊണ്ടിരുന്നാൽ കൊലപാതകനായി. നിസാര എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു നിസാര എന്ന് പറഞ്ഞാൽ ന്യായയുടെ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ആ, ഇനി അടുത്ത ഒന്ന് വായിച്ചേ. ആ, എന്റെ പൊന്നേ, മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് ജാമ്പോൾ പാസ്റ്റർ അല്ല പറഞ്ഞത്, ഒരു പാസ്റ്ററും അല്ല പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകയാണ്, കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി 26 എല്ലാം ഒരുക്കി വെച്ച്, കണ്ടോ? ഇല്ലല്ലേ, ഞാൻ കാണിച്ചു. മേശയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് തുണിയെല്ലാം ഇട്ട് മൂടി അപ്പവീതികൾ വെച്ചിട്ട് ഒരു പാസ്റ്റർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭയങ്കര അടി നടക്കുക. കണ്ടല്ലോ അല്ലേ? ഏത് കുളമായാലും കൊള്ളാം, കുളമാക്കിയെന്ന് പറഞ്ഞാൽ മതി അന്നത്തെ മീറ്റിംഗ്, അല്ല എന്താ? അപ്പൊ അവിടെ എന്താ? അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന പഠനമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. തിരുവത്താഴത്തിന് വേണ്ടി അപ്പവീഞ്ഞുകൾ റെഡിയാക്കി വെച്ച് തുണിയൊക്കെ ഇട്ട് ഭദ്രമായിട്ട് വെച്ച് ഇവിടെ ഒരു സഹോദരന്മാര് അതിന് അനുയോജ്യമായ പാട്ടാ പാടുന്നത്, അല്ലേ? അനുയോജ്യമായ പാട്ടാ പാടുന്നത്. ഇവിടെ ഒരു കൂട്ടർ എന്ത് ചെയ്യുക? ഭയങ്കര അടി നടക്കുക. കോപിച്ചാൽ മതി, അല്ലേ? കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായവിധി അവിടെ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിൽ. അപ്പൊ ഈ പ്രിയപ്പെട്ടവർ ഈ വചനമൊക്കെ തട്ടിക്കളഞ്ഞിട്ടല്ലേ പോകുന്നേ? അതാ ഞാൻ പറയുന്നതിന്റെ കാര്യം. എല്ലാവരും പറയും സാമ്പാസ് ഇങ്ങനെ കട്ടിയായിട്ട് കിടന്നപ്പോ എന്തു കട്ടിയായിട്ട് പറഞ്ഞു? എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറയുന്നു? ഈ വക കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് എങ്ങനെ പറയാതിരിക്കും? ഒരാൾ ഡാൻസ് ചെയ്ത് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, വല്ല ചവിട്ട് നാടകത്തിന് വേണ്ടി പോട്ടെ, അതാ നല്ലത്. 84 വയസ്സുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. ചവിട്ട് നാടകം യേശു ക്രിസ്തുവിനെ ചവിട്ട് നാടകത്തിലൂടെ അവതരിപ്പിച്ചു കൊടുക്കുക. കത്തോലിക്കരുടെ ഇടയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ അച്ഛന്മാർ കിടന്ന് ചവിട്ടിപ്പൊളിച്ച് ചവിട്ട് നാടകം കാണിച്ച് വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്നില്ലെന്ന് നമുക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഈ വചനത്തിന്റെ വ്യവസ്ഥ പാലിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഏത് സഭയാണെങ്കിലും, ഏത് ശുശ്രൂഷകന്മാരാണെങ്കിലും, എത്ര വലിയ മനുഷ്യരാണെങ്കിലും ചെറിയവരാണെങ്കിലും, ഏതൊക്കെ നിലവാരമുള്ളവരാണെങ്കിലും ശരി, പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളെ തേജോവധം ചെയ്താൽ അതിന്റെ കണക്ക് നമ്മൾ ദൈവത്തോട് പറയേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നടക്കുന്നുണ്ട്. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വചനം പറയാൻ സമയം കിട്ടത്തില്ല. ഈ കോനാമ്പിച്ചുകളെല്ലാം കൂടി പറയാൻ തുടങ്ങിയാൽ നമുക്ക് വചനം പറയാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നത്. ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഞാൻ ജോലിയും കൂലിയും കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ടാ ഞാൻ ഇതൊക്കെ വളരെ ഇവരെ പോലെയൊന്നുമല്ല. സ്തോത്രം. അവരൊക്കെ പാസ്റ്റർമാർ ജനിച്ചു വീണപ്പോഴേ പാസ്റ്റർമാരായിട്ട് പറ്റി വീണവരാ. പാസ്റ്റർമാരായിട്ട് ജനിച്ച് 100% ലോക്കൽ പാസ്റ്ററും അവരൊക്കെയായി വലിയ വലിയ എന്താ പറയുക സമ്പാദ്യങ്ങളൊക്കെ സ്വരൂപിച്ച് കൂട്ടി വെച്ചിട്ടാണ് ഈ കോനാമ്പിച്ചുകളൊക്കെ കാണിക്കുന്നത്. ജനത്തെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിവിദൂര ഭാവിയിൽ കർത്താവ് വന്ന് സഭയെടുത്തു കഴിഞ്ഞാൽ 7 വർഷത്തെ മഹോദരകാലം കഴിയും. ആ മഹോദരകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വിഷയമാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. യേശു ക്രിസ്തു ഈ ഭൂമിയെ രാജാവായിട്ട് ഭരിക്കാൻ പോകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 1000 ആണ്ട് ഈ ഭൂമിയെ കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുമ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥകൾക്ക് വലിയ വ്യത്യാസം വരുമെന്ന് പ്രാവചനിക സൂക്തങ്ങളിലൂടെയൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പോൽക്കാലം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തത വരുത്തി നമ്മൾ ചിന്തിക്കാനും ധ്യാനിക്കാനും പോവുക. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ഭൂമിയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ പോകുകയാണ്. കർത്താവ് ഈ ഭൂമിയുടെ ശാപങ്ങളെല്ലാം മാറ്റി 1000 ആണ്ട് വാഴ്ചയിൽ മരുഭൂമി ഉദ്യാനമായി തീരുമെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു.
അത് നിങ്ങളൊക്കെ മറന്നുപോയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഒരു പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്യും. എന്താണ് ആ പ്രവൃത്തി ഒന്ന് പറയാമോ ആർക്കെങ്കിലും? വെളിപ്പാട് പുസ്തകം അതല്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു മഹത്തരമായ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ അത് ഗ്രഹിപ്പിച്ചു എങ്കിലും ഇപ്രാവശ്യം ഒന്നുകൂടി വചനത്തിലൂടെ നിങ്ങളെ ബോധവൽക്കരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കാം. വെളിപ്പാട് 20-ന്റെ 1 മുതൽ. അനന്തരം ഒരു ദൂതൻ ആകാശത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാപ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പൊ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു മഹത്തരമായ പ്രവൃത്തി, ഒരു വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യുന്നു. അതെന്താണ് ആ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വാക്യം കൂടി വായിച്ച് അതങ്ങോട്ട് തെളിയിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. 12-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ അവൻ ഭൂമിയിൽ വന്ന് കിടക്ക. ഇപ്പോ അവൻ ഭൂമിയിലുണ്ട്. മോദി ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ, അമേരിക്ക ഭരിക്കുന്ന ട്രംപിന്റെ ആ രാജ്യത്തും, ലോകത്തുള്ള രാഷ്ട്രത്തലവന്മാർ ഭരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ സാധനം ഉണ്ട്. ഏത് സാധനം? പഴയ പാമ്പായ ദുഷ്ട പിശാചായ സർപ്പമുണ്ട്. സ്തോത്രം. ഇതൊരു വലിയ സബ്ജക്റ്റായിട്ട് എൻ്റെ ഹൃദയത്തിൽ വീണു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നമ്മുടെ മഹാരാജ്യം ഭരിക്കുന്ന മോദി ആണെങ്കിലും, വലിയ വലിയ രാജ്യങ്ങൾ ഭരിക്കുന്ന വലിയ ബുദ്ധിരാക്ഷസന്മാരായ രാഷ്ട്രത്തലവന്മാരാണെങ്കിൽ പോലും ഒരു ഇന്നർ ഭരണമായിട്ട് പിശാച് ഇവിടെ ഭരിക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, സർവ്വഭൂമിയും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരെ നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ മോദിയുടെ ഭരണവും ട്രംപിന്റെ ഭരണവും മാത്രം കാണരുത്. ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാരായ യോഹന്നാനും അപ്പോസ്തലന്മാരും കർത്താവും പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാരും വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ദൈവശരീരത്തിൽ ചിക്കി ചിക്കി പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഇപ്പൊ ദൂതെന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ അനുഗ്രഹിക്കും. പുതിയ വിസ കിട്ടാൻ പോകുന്നു. പിന്നെ ദൈവം സ്ഥിതിഗതികളെ മാറ്റിമറിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗിച്ചതിനെ ഞാൻ രൂക്ഷമായിട്ട് പുള്ളിക്ക് പോസ്റ്റ് ഇടാനിടയായി. ഇതിങ്ങനെ പറഞ്ഞത്, നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ പോകും. എടാ, തലമുറ ദൈവകൃപയിലാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തലമുറ കർത്താവിന്റെ വരവിൽ പോകാനായിട്ട് ഒരുക്കണമെന്നുള്ള ദൂത് പറയാറുണ്ടോ? ഞാനതാ ഈ പറയുന്ന ദൂത്. ഈ ലോകത്തെ ഭരിക്കുന്ന പൈശാചിക ശക്തി ഉണ്ട്. ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടനായ സാത്താനുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ മതങ്ങൾ, ഇതിലെല്ലാം പിശാചിന്റെ കൈകടത്തലുകൾ ഉണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണോ അത്? ഇത് നമ്മൾ വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് അവരോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്താ പറ്റും? പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തതല്ലോ. സാത്താൻ നമ്മെ ചതിക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അത് ആരെങ്കിലും അടുത്തൊന്ന് വായിച്ചു തന്നെ പെട്ടെന്ന്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ. സ്തോത്രം 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 സ്തോത്രം. ഇതൊക്കെ കാണാതെ പറയേണ്ട വാക്യങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ. സാത്താൻ 100 മാർക്ക്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പുതിയ നിയമസഭയോട് ഒരു ദൂത് വിളിച്ചു പറയുക. മക്കളെ അനുഗ്രഹിക്കുമെന്നും വിദേശ വിസ വരുമെന്നും അതൊന്നും എനിക്ക് പറയാനില്ല. ഒരു ദൂതുണ്ട്. നിന്റെ മക്കളെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിർത്തിക്കോ, അല്ലെങ്കിൽ എന്താ പറ്റും? സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. പിന്നെ
അല്ല 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 ഈ ഈ ഈ കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യം. സാത്താൻ നമ്മെ അതാണ് എന്റെ കാര്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ പെന്തക്കോസ്ത് സമൂഹമേ. സാത്താന്റെ തന്ത്രങ്ങളിൽ തോറ്റു കിടക്കുന്ന ഒരു വലിയ ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. കോടതി കയറുകയും വഴക്കുണ്ടാക്കുകയും തമ്മിത്തല്ലി ബഹളമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിപിടി കൂടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, സാത്താൻ നിന്നെ തോൽപ്പിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഈ സാത്താൻ തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മറുപടി പറഞ്ഞു. ദൈവത്തിന്റെ സർവായുധ കൊടുക്കണം. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? എനിക്കെതിരെ ഒരു വ്യക്തി വരിക, ആ വ്യക്തി എനിക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധം വേണം. അല്ലെങ്കിൽ ഈ കളറി ഫൈറ്റോ ഈ ജൂഡോ പിന്നെന്താണ് കുംഫു, പിന്നെ വേറെ ജപ്പാൻ കളി, ഇങ്ങനെ എന്തെങ്കിലും ഒരു 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 കല അഭ്യസിച്ചിട്ട്, കലയല്ല, ശത്രുവിനെ തകർക്കാനുള്ള ഒരു വിദ്യ നമ്മൾ അനുഭവിച്ചു. അതൊരു ആയുധമാണ്. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. നമുക്കെതിരെ നിൽക്കുന്ന ശത്രു ആരെ വീഴ്ച ശത്രുവാ? ഏദം പൂങ്കാവനത്തിൽ ആദിമ പിതാക്കന്മാരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ശത്രുവാ നമുക്കെതിരെ നിൽക്കുന്നത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മളെയും ചതിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പൗലൂസ് എടുത്ത് പ്രസംഗിച്ച വചനങ്ങൾ എത്ര പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്? യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി, എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയെ നിർമ്മലയപ്പെട്ട് നിങ്ങളുടെ ഹൃദയത്തെ വഷളാക്കി കളയരുത്. വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു പൗലോസ് പറഞ്ഞു. വഷളാക്കി ഇട്ടിരിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുന്നു, നമ്മളെ ശത്രു തോൽപ്പിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുൻപ് ദൈവം ചെയ്ത പ്രവൃത്തി ഞാൻ പറഞ്ഞു കേൾപ്പിച്ചല്ലോ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി. എല്ലാവരും എന്തിനാ അത് ചെയ്തേ? ഒരു ക്ലാസ് പോലെ ആയിക്കോട്ടെ. എന്തിനാ അത് ചെയ്തേ? ദൈവമക്കളെ തെറ്റിച്ച് കളയാതിരിക്കാൻ. അപ്പൊ ഇപ്പൊ ദൈവമക്കളെ തെറ്റിച്ച് കളയുന്ന ആരാ? മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ പാസ്റ്റർമാർക്കോ വിശ്വാസികൾക്കോ സുവിശേഷന്മാർക്കോ കഴിയാതെ പോകുന്നു. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം സത്യമരക്കി കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കുക, സകല ദുഷ്ടന്റെ തീയമ്പുകളെ കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് ഈ 8 ആയുധങ്ങളെ കുറിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആര് ഈ 8 ആയുധമെടുത്ത് ഫലകരമായി പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ലയോ, നിങ്ങൾ പരാജയപ്പെടും. സൂക്ഷ്മം, യാതൊരു സംശയം. ഈ ദൂത് വിളിച്ചു പറയാനല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം 1000 ആണ്ട് വാഴ്ച എങ്ങനെയുള്ള വാഴ്ചയാ? കർത്താവിനോടൊപ്പം നമ്മൾ വാഴുകയായി പോവുകയും ഒരു അസ്വസ്ഥതയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, ഒരു അനർത്ഥങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ സംഭവം ചെയ്യുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? ദൈവം അഗാധ കോപത്തിൽ ലോക്ക് ചെയ്തു. അതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തെ കാർന്നു തിന്നുന്ന ദുഷ്ടനായ സാത്താന്റെ പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും തീയമ്പുകളെയും ഫലകരമായ ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആത്മശക്തിയോടുകൂടി ആ പിശാചിന്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പിശാചിനെ 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പിശാചിനെ ദൈവം ബന്ധിച്ചു മാറ്റുന്നത്. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കെതിരെ, നിങ്ങളുടെ ആത്മീയ വർധനവിനെതിരെ, നിങ്ങളുടെ ആത്മീയ നിറവിനെതിരെ ദുഷ്ടനായ സാത്താന്റെ വെല്ലുവിളികളെ തിരിച്ചറിയ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം, 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 സ്വത്രം.
ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പിശാചിന്റെ പോരാട്ടങ്ങളെ മനസ്സിലാക്കി അവനോട് ഫലകരമായി എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ.